അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പെണ്ണ് കണ്ടിറങ്ങിയ ഷാമിൽ, അതെ, അവൻ്റെ മനസ്സിന് അല്പം ആശ്വാസം തോന്നി. റബ്ബേ, ഞാൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഒരു താങ്ങായും തണലായും നമ്മൾക്ക് ആശ്രയമേകുമെന്നുള്ളത് വളരെയധികം ശരി തന്നെയാണ്. എന്നാൽ പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് പടച്ച റബ്ബിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അല്ലാ റബ്ബേ, ഞാൻ പെണ്ണ് കാണാൻ പോകണല്ല. എൻ്റെ മനസ്സിലൊരിക്കൽ പോലും ഇഷ്ടമല്ലായിരുന്നു അതിന്. റബ്ബേ, അത് എൻ്റെ മനസ്സിൽ ഒരു മുഖമുണ്ടല്ലോ, അതെ, എൻ്റെ ബുഷിയുടെ ആ മുഖം. പഠിച്ചോനെ, അതെൻ്റെ മനസ്സിലേക്ക് വല്ലാതെ കയറിപ്പോയി. ഇനി മറ്റൊരു പെണ്ണിനെ, അതും എന്നേക്കാൾ മൂത്തൊരു ഇത്താത്തിയെ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ എനിക്കൊരിക്കൽ പോലും റഹ്മാൻ എന്ത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം, വീട്ടുകാരുടെ സമ്മർദ്ദം മൂലമാണ് ഞാൻ പോകുന്നതല്ല. പഠിച്ചോനെ, നീ കാവലേക്ക്. എല്ലാം തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞ ആ ഒരു കാര്യം അവൻ ആലോചിച്ചു. അതെ, നമ്മൾ എന്തൊരു സംഗതിക്ക് ഇറങ്ങുകയാണെങ്കിലും എൻ്റെ പൊന്നു മോനെ, നീ എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ കാര്യങ്ങൾക്കും ആരുമില്ലെങ്കിൽ നമ്മൾ പടച്ച റബ്ബിനോട് അങ്ങോട്ട് ഏൽപ്പിക്കുക. പടച്ച റബ്ബിനോട് ഏൽപ്പിച്ചാലേ ഇനിയിപ്പോൾ എന്ത് കുടുങ്ങിയ സംഗതിയാണെങ്കിലും അങ്ങനെ തന്നെ. പഠിച്ചോനെ, ഞാൻ എന്താ റബ്ബ് ചെയ്യുക, എനിക്ക് കഴിയൂലല്ലോ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് തന്നെ പറയാം. അല്ലാ, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവണല്ല. പഠിച്ചോനെ, ഞാൻ ഇന്നത് ചെയ്യാൻ പോവാണ്. റബ്ബേ, നീ നിൻ്റെ കാവൽ എനിക്ക് തരണമല്ല. പഠിച്ചോനെ, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എനിക്കൊന്നും അറിയില്ലല്ല. എന്നെ സൃഷ്ടിച്ചത് നീയാണല്ലോ. അത് എൻ്റെ കാര്യം നീ ഏറ്റെടുക്കണം എന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാവലുണ്ടാകുമെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. അതെ, മനമില്ലാ മനസ്സോടു കൂടിയാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ആ ഇത്താത്ത എന്നോട് പറഞ്ഞ വാക്ക്, മോനെ, എനിക്ക് നിന്നെ അനിയൻ്റെ സ്ഥാനത്തെ കാണാൻ കഴിയുള്ളൂ. എന്തപ്പം ചെയ്യാം, എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് ഞാൻ നിനക്ക് തരും. അതെ, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അത് ഞാൻ ഒരിക്കലും നിന്നെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് എനിക്ക് കാണാൻ കഴിയില്ല മോനെ എന്നാണ് പറഞ്ഞത്. ആ ഇത്താത്താക്ക് പടച്ച റബ്ബ് നല്ലൊരു ഭർത്താവിന് നൽകട്ടെ അല്ലാ. അതെ, ഒരുപക്ഷെ ആദ്യ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടവളായിരിക്കും. ഇനിയുള്ള ജീവിതമെങ്കിലും അവർക്ക് നല്ല രീതിയിൽ കൊടുക്കല്ല. ഷാമിൽ അതായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ പെണ്ണ് കാണൽ കഴിഞ്ഞ് വീട്ടിലെത്തി. പ്രിയപ്പെട്ട ഉപ്പയുടെ അരികിലേക്ക്, ഉപ്പ, മോനെ, ഉപ്പാൻ്റെ കുട്ടിക്ക് പറ്റിയോ ഉപ്പ? ഞാൻ എന്തോ ഉപ്പ പറയാം, ഞാൻ പറഞ്ഞാൽ ഇവിടെ അംഗീകരിക്കില്ലല്ലോ എന്നെ. സാരല്ല, എന്തപ്പം ചെയ്യാം, എൻ്റെ ഇളാമാൻ്റെ അധികാരത്തിലല്ലേ ഒക്കെ. ഉപ്പാക്കൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലല്ലോ കുഞ്ഞേ. ഉപ്പ, ഉപ്പയോട് തുറന്നു പറയണം എന്ന് തോന്നി. അല്ലെങ്കിൽ വേണ്ട, അതെങ്ങാനും ഇളാമ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനെയും വെറുതെ വിടില്ല. പാവമാണ് ആ റസിയത്തെ കൊണ്ടാണ് എന്നെ കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുന്നത്. പാവം, അവർക്ക് അങ്ങനത്തെ ചിന്ത പോലും ഇല്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇളാമ ഇതിനൊക്കെ നിൽക്കുന്നത് എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളുടെ പെണ്ണുകാണൽ നടന്നു എന്നറിഞ്ഞപ്പോൾ ശരിക്കും കുഞ്ഞോൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാലും എന്നൊന്ന് വിളിക്കേ കൂട്ടേ ചെയ്തില്ലല്ലോ റബ്ബേ. അപ്പോൾ തന്നെ അതാ ആങ്ങൾക്ക് വിളിക്കുന്നു, മോനെ, കുഞ്ഞോനെ. ആ ഇത്താത്ത, എന്തായി, പോയിട്ട് എന്തായി മോനെ? ഇത്താത്ത, അതൊക്കെ ഞാൻ പിന്നെ പറയത്താത്ത. എനിക്ക് ഏതായാലും അവിടം വരെ ഒന്ന് വരണം. അല്ലെങ്കിൽ ഇത്താത്ത ഒന്ന് അങ്ങോട്ട് വരി. മോനെ, ഞാൻ അങ്ങോട്ട് വന്നാൽ എളാമ്മക്ക് ഇഷ്ടപ്പെടൂല. പെട്ടെന്ന് അതാ ഒരു വണ്ടിയുടെ ഹോണടി കേൾക്കുന്നു. അത് ഷാമിലിൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഒരു വലിയ ലോറി പോലുള്ള കാർഗോ സാധനങ്ങളുള്ള ഒരു വണ്ടിയാണ് കടന്നു വരുന്നത്. ഷാമിൽ ശരിക്കും ഞെട്ടിപ്പോയി. ഇതിപ്പോൾ എന്താ?
അല്ല, വഴി മാറിയിട്ട് ഏതൊരു വാഹനം അങ്ങോട്ട് വരുന്നുണ്ടല്ലോ. പെട്ടെന്ന് അതിൽ നിന്ന് ഒരാൾ ഇറങ്ങിയിട്ട് ചോദിച്ചു, ഇത് ഷാമിലിന്റെ വീടാണോ? ആ ആ, അതെ അതെ. എന്താണ്? അല്ല, ഒരു ലഗേജ് ഉണ്ടായിരുന്നു. ലഗേജോ? എന്ത് ലഗേജ്? എനിക്ക് ലഗേജ് ഒന്നും ഇല്ലല്ലോ. എൻ്റെ ലഗേജ് ഒക്കെ ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതൊന്നും അറിയില്ല. ഞങ്ങൾക്ക് കാർഗോക്കാരാണ്. ഇതാ ഈ ഒരു നമ്പറും പിന്നെ ഈ ഒരു അഡ്രസ്സിലാണ് ഞങ്ങൾക്ക് തന്നത്. ഇതാ ഒരു പെട്ടിയുണ്ട്. ഇതിൽ നിന്ന് സൈൻ ചെയ്യൂ. അല്ല, നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. ഏയ്, നിങ്ങളുടെ അഡ്രസ്സല്ലേ? ആള് മാറിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ തന്നെ ഈ അഡ്രസ്സാണ് കറക്റ്റ്. അത് ഞങ്ങൾ കമ്പ്യൂട്ടറിലും അത് കയറ്റിയിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലായി. ഞങ്ങൾക്ക് പേടിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഷ്യാമിൽ ശരിക്കും ഞെട്ടിപ്പോയി. എന്താ റബ്ബേ ഇത്? ഇതിപ്പോ എന്താ സംഭവം? അറിയുന്നില്ലല്ലോ. അവന് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഏതായാലും സൈൻ ചെയ്ത് കൊടുത്തു. പെട്ടെന്ന് എളാമ, ആ ആ, ആ, പിന്നെ വന്നോ ദുബായ് പെട്ടി? ഓ, എന്റെ പൊന്നു മോനെ, എളാമാരുടെ കുട്ടി എല്ലാം പറഞ്ഞത് അനുസരിക്കുന്നുണ്ടല്ലേ. ഗൾഫിൽ നിന്ന് ഇഷ്ടം പോലെ സാധനങ്ങൾ കൊണ്ടുവന്നു. ഓ, പിന്നെ ഞാൻ പറഞ്ഞ പെണ്ണിനെ പോയി കണ്ടു. എൻ്റെ മുത്താണ് എൻ്റെ മോന്. അല്ലെങ്കിൽ എളാമാൻ്റെ കുട്ടി, എളാമ നല്ല നോക്കിക്കണല്ലോ ചെറുപ്പത്തിലേ. അപ്പൊ പിന്നെ എളാമ പറഞ്ഞ കുറച്ച് കേക്കണ്ടേ മോനെ. മോനെ കുട്ടി നല്ല മോനാട്ടോ. ആ മോനെ, ഇനിയും പെട്ടിയുണ്ടല്ലേ. ഇനിയിപ്പോൾ തുറക്കൊന്നും വേണ്ട കേട്ടോ, രാത്രി തുറക്കാം. ആരെങ്കിലുമൊക്കെ കയറി വരും. അല്ലെങ്കിൽ തന്നെ വലിയ 2-3 പെട്ടിയൊക്കെ കിട്ടിയിട്ട് എല്ലാവരും പറയുന്നുണ്ട്. ഒരു സോപ്പ് പോലും തന്നീല, മിഠായി തന്നീല എന്നൊക്കെ അയൽവകക്കാർ പറയുന്നുണ്ട്. കൊടുക്കാനാവൂല. അതൊക്കെ എൻ്റെ കുടുംബക്കാരൊക്കെ ഉണ്ടാവുമ്പോഴേ ഓർക്കൊക്കെ പിന്നെ ഞമ്മക്ക് തന്നെ ഇവിടെ വേണ്ടേ. അതുകൊണ്ട് ഞാനൊക്കെ എടുത്ത് വെച്ചതാ പൊന്നു മോനെ. മോനെ ഇപ്പോഴും തുറക്കന്നെ വേണ്ട കേട്ടോ. വലിയ വണ്ടി കാണുമ്പോൾ തന്നെ അതാ ഉടുക്കുന്ന സാധനം, ദുബായ് സാധനം വരുന്നുണ്ട് എന്ന് പറയാവും കേട്ടോ. എന്നാൽ ഷ്യാമിൽ ഒരു നിമിഷം എളാമയോട് പറഞ്ഞു, എളാമ, ഇതൊരിക്കലും നമുക്കുള്ളതല്ല. ഏ പിന്നെ? ഏ എന്താ ഈ പറയണത്? നിന്റെ പേരിൽ ഒന്ന് പെട്ടി നമുക്കുള്ളതല്ലെന്നോ? എന്തിനാ എൻ്റെ പൊന്നാര കുഞ്ഞോനെ നുണ പറയണത്? ഏ ഉമ്മ, അങ്ങോട്ട് നോക്കിക്കേ, ആ പെട്ടിമേൽ എഴുതിയ പേര്. ഏ ഇത് ഇത് കുഞ്ഞോളെ പേരല്ലേ? ആ അതെ, പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, ഷാമിലിൻ്റെ പെങ്ങൾ കുഞ്ഞോൾക്ക് എന്നും എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ. അത് മലയാളത്തിലല്ലാന്നേ ഉള്ളൂ, ഇത് ഇംഗ്ലീഷ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. എന്താ കുട്ടി ഈ പറയണത്? ഏ സത്യം പറഞ്ഞോ? ഈ അത് അവിടുന്ന് ഓളെ പേരിൽ അയച്ചതല്ലേ? ഏയ്, എന്തിനാളാമ്മ, ഞാനുപോലും അറിയാത്ത കാര്യമാണ്. പക്ഷെ ഇത് ഫ്രം കാണിക്കുന്നത് അതെ, ഗൾഫിൽ നിന്ന് തന്നെയാണ്. പെട്ടെന്നാണ് അവനത് കണ്ടത്. അതെ, തൻ്റെ പ്രിയപ്പെട്ട അർബിച്ചായിരിക്കോ അതോ? പെട്ടെന്നത് ഷാമിലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. മോനെ, ഫോൺ തന്നെ എടുത്തോക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, മനസ്സിലായോ? ആ മേഡം, അതെ. ഞാൻ വിചാരിച്ച നമ്പർ മാറിയപ്പോഴേ. മേഡം, എന്തൊക്കെ? മോനെ സുഖാണ്. അല്ല മോനെ, ഇന്നൊരു കാർഗോ അങ്ങോട്ട് എത്തിയോ? കാർഗോയോ? അതെ അതെ, കാർഗോ ഇപ്പം വന്ന്. ഞാൻ അതിനെക്കുറിച്ച് പറയായിരുന്നു. വലിയൊരു കാർഗോ ആണല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. അതെ മോനെ. പിന്നെ എനിക്ക് ഷ്യാമലിനോട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാലേ, അത് മോൻ്റെ പെങ്ങൾക്കും കുട്ടികൾക്കും ഉള്ളതാണ് കേട്ടോ. അത് സന്തോഷത്തോടു കൂടി അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തിക്കണം. അതാണ് വേണ്ടത്, മനസ്സിലായല്ലോ? കാരണം അന്ന് ഞാൻ അവർക്കൊക്കെ വേണ്ടി അയച്ചതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ലല്ലേ. സാരല്ല സാരല്ല, അതിനേക്കാളൊക്കെ ഇരട്ടി തന്നെ ഉണ്ട് കേട്ടോ. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. മോനെ ഒരു വണ്ടി വിളിച്ചിട്ടത് കൊണ്ടുപോയി കൊടുക്ക് കേട്ടോ. ശരിക്കും ഞെട്ടിപ്പോയി ഷാമിൽ. എന്താ വേണം നിങ്ങൾ പറയുന്നത്? അതെ അതെ മോനെ, അത് എൻ്റെ വകയായിട്ടുള്ളതാണ്. എൻ്റെ മോൻ കൊണ്ടുപോയി കൊടുക്കുക. എനിക്ക് വല്ലാത്തൊരു വിഷമമായി പോയിട്ടോ. അത് എൻ്റെ ഉമ്മ, നിങ്ങൾ സത്യം പറഞ്ഞ ഷാമിലിനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. സന്തോഷം കൊണ്ട് അവൻ കരഞ്ഞു പോവുകയായിരുന്നു. മോനെ, ആയിക്കോട്ടെ, ഇൻഷാല്ലാ, വൈകിക്കണ്ട, വേഗം ചെല്ലിട്ടോ. എന്തൊക്കെയും അവിടുത്തെ വിശേഷങ്ങൾ? പൊന്നു മോനെ, പിന്നെ ബുഷിയുടെ ഉമ്മയും അജ്മലൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് അറബി ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് മോനെ. സത്യമായിട്ടും
എന്ത് ബുഷിൻ്റെ അടുത്ത് കൊടുക്കണോ? അല്ല, വേണ്ട. ബുഷി എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സൊന്ന് കുളിർത്തു. റബ്ബേ, അല്ല, ഇൻഷാ അല്ലാ ഞാൻ വൈകാതെ അങ്ങോട്ട് വരാം കേട്ടോ. ആ മോനെ, ഉമ്മാൻ്റെ കുട്ടി വേഗം വരിട്ടോ. ഏതെങ്കിലും മറക്കില്ലിട്ടോ മറ്റേ കാര്യം. ഷാമിലിന് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. ആരാടാ വിളിച്ചത്? അതിൻ്റെ മേഡം. മേഡമോ? എന്തിന്? മേഡം ഇത്താത്താക്കും മക്കൾക്കും കുറച്ച് സാധനങ്ങൾ അയച്ചിട്ടുണ്ട്. അതാണ് ആ പെട്ടിയിൽ. ഒരു നിമിഷം. അതാ എളാമ സുലേഖ ദേഷ്യത്തോടെ അവനെ നോക്കി. ഷാമിലേ, നീ എന്ന് മുതലേ കളവ് പറയാൻ തുടങ്ങിയത്? നിന്റെ മേഡത്തിന് എങ്ങനെ ഓലെ കാര്യം അറിയാം? എൻ്റെ 5 മക്കളും പെങ്ങളും അതെങ്ങനെ അറിയാം? പെട്ടെന്ന് ഷാമിൽ പറഞ്ഞു. ഉമ്മ, എൻ്റെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും എൻ്റെ അറബിച്ചിക്കറിയാം. അതറിയാത്തതായിട്ടൊന്നുമില്ല ഉമ്മ. 18 വയസ്സാകുമ്പോഴേക്കും ഞാൻ കടൽ കടന്നതാണ്. അന്ന് മുതൽ ആ ഉമ്മയുടെ അരികിലായിരുന്നു. ഇപ്പം എനിക്ക് 23 വയസ്സായി. അത് എത്ര വർഷം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞതാ. എൻ്റെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും അവരറിയുന്നതാണ്. ശരിക്കും അതവർക്ക് വല്ലാത്തൊരു ഷോക്കായി മാറി. എന്നാലും ഇവിടുത്തെ കുട്ടികൾക്കുള്ളതൊക്കെ ഇതിൽ എന്തേ ഉണ്ടോ? ഒന്ന് നോക്കേനോ? എൻ്റെ ഇളമ, ഇനി നോക്കേണ്ട ആവശ്യമില്ല. അത് ഇത്താത്തയുടെ പേര് എഴുതി ഒപ്പിട്ടതായതുകൊണ്ട്, സീൽ എഴുതിയത് കൊണ്ട് നമുക്ക് തുറക്കാൻ അവകാശമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തുറന്നില്ലേ? എന്നാലേ ഞാൻ ഒരു വണ്ടി വിളിക്കട്ടെ. എടാ, അത് കൊണ്ടുപോവാണോ? ഒന്ന് തുറന്ന് നോക്കി കണ്ടിട്ട് കൊണ്ടുപോയാൽ പോരെ? അങ്ങനെ പാടില്ലല്ലോ. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച മുതൽ നമ്മളത് ഉടമസ്ഥൻ്റെ കൈകളിൽ എത്തിക്കണം. അല്ലാതെ പിന്നെ ഇപ്പം എന്താ വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ? പൊന്നു മോനെ, എടാ, സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഷോക്കായി അവർക്ക്. നേരെ മക്കളെ വിളിച്ചു പറഞ്ഞു. അതേ, ഇക്കാക്കാനോട് പറയ്, പുതിയ പെട്ടി വന്നിട്ട് പൊളിക്കാൻ പറയ് ചെല്ലി. നേരെ അതാ മക്കൾ. ഇക്കാക്ക, അത് പൊട്ടിക്ക്, നമുക്ക് പെട്ടിന് എന്തൊക്കെയുണ്ടല്ലോ. പൊന്നു മക്കളത് നമ്മളതല്ല. നമ്മളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ബോണ്ടി ചോക്ലേറ്റും സ്നിക്കേഴ്സും അങ്ങനെ ഒരുപാട് ഐറ്റംസ്, എല്ലാ ഫുഡും കാര്യങ്ങളും നിങ്ങൾ കഴിച്ചില്ലേ? പോരാത്ത നിങ്ങൾക്ക് ഡ്രസ്സും എല്ലാം കണക്കിലേറെ അൽഹംദുലില്ലാ ഉണ്ട് ഇല്ലേ? ഇനി അത് നമുക്ക് ഇത്താത്താക്കും മക്കൾക്കും അമ്മായിക്കും മക്കൾക്കും ഉള്ളതാണ്. ആണോ? ആയിക്കോട്ടെ. പാവാലേ. അതെ, ആ മക്കൾക്ക് ദയുണ്ട് അവരുടെ കാര്യത്തിൽ. എന്നാൽ എളാമാക്കായിരുന്നു. എളാമ അതെല്ലാം നോക്കിക്കൊണ്ട് ആ വലിയൊരു പെട്ടി ഇനിയിപ്പോൾ മറ്റവർക്ക് കൊണ്ടേ കൊടുക്കുകയാണല്ലോ. വല്ലാത്തൊരു പുതുമ തന്നെയാണിത്. എന്താന്നില്ലേ, എന്നാലും പൗതി കൊടുത്താൽ പോരെ? ഒന്നായിട്ട് എത്രങ്ങാനും വലിപ്പമുള്ള ഒരു ആളക്കാളി എകരത്തിലാണ് ആ പെട്ടിൻ്റെ ഒരു വലിപ്പം. ഇത്രയും വലിയ കാർഗോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടേക്ക് കൊടുക്കുന്നത് 2 പെട്ടിയിൽ അതിൻ്റെ പൗതിയുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലഗേജ് അതിലുണ്ട്. എന്നാലും ഇപ്പം ഇത് ഇത്രയൊക്കെ തോന്നെ ഓൽക്ക് കൊടുക്കേണ്ട ആവശ്യം വല്ല ആവശ്യമുണ്ടോ? ഷാമിലേ, മോനെ, ഇന്ന് ചായ കുടിച്ചോ? എനിക്കിനിപ്പോൾ വേണ്ട, ഞാൻ പോവാണ്. എൻ്റെ പൊന്നാറ് ഷാമിലേ, എന്നോടൊരു കാര്യം ഞാൻ പറയാം. ഞാൻ എൻ്റെ ആരാ? നിങ്ങളെൻ്റെ ഇളാമ? അല്ല, ഉമ്മൻ്റെ സ്ഥാനത്താണ് ഇന്നെ കാണ്ടിയത്. ഉമ്മ എന്ന് വിളിച്ചോണ്ട് എളാമാന്ന് വിളിക്കണ്ട. അപ്പോൾ ഒരു സ്നേഹക്കുറവാണ്. എൻ്റെ ഉമ്മ ആവുമ്പോൾ എൻ്റെ ഉമ്മയെ എത്രമാത്രം സ്നേഹിക്കും അതുപോലെ എന്നെ സ്നേഹിച്ചോ. തിരിച്ചനക്ക് അങ്ങോട്ടും ഉണ്ടാവും. ഞാൻ എൻ്റെ ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മാർ പറയുന്നത് മക്കൾ കേൾക്കുന്നത് കുറച്ച് നല്ലതാണ്. ശരിക്കും അതാ അവരുടെ സംസാരത്തിൽ എന്തൊക്കെയോ ഒരു പിഴവുകളുള്ളതുപോലെ അതാ അവർക്ക് ഷാമിലിനെ അനുഭവപ്പെടുകയാണ്. എന്താ ഇപ്പോഴും അധിക സ്നേഹം. ഉമ്മ പറഞ്ഞത് കേൾക്കണം, അനുസരിക്കണം എന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്തപ്പോൾ സംഭവം? എന്തായാലും ഷാമിൽ അതാ മൗനം പാലിച്ചു. മോനെ, കുഞ്ഞോനെ, ഉമ്മാൻ്റെ കുട്ടി, ഉമ്മ പറഞ്ഞ കുറച്ച് കേൾക്കണം കേട്ടോ. എൻ്റെ 2 അനിയത്തിമാരും വളർന്നു വരികയാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ പലതും വരാനുണ്ട്. അപ്പം എനിക്ക് എന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, പല കാര്യങ്ങളും ഒക്കെ വരും. എപ്പോഴും നമുക്ക് ഗൾഫ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്തുള്ളമ്മ പറഞ്ഞത്? അല്ലേ, അതെല്ലാം കൂടി അങ്ങോട്ട് വെറുതെ കൊണ്ടേ കൊടുത്ത് നാശാക്കണോ? എന്താ
നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് നമ്മളത് വിശ്വസിച്ച് അവരെ കയ്യിൽ എത്തിച്ചാലല്ലേ നമ്മളവർക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. മറ്റേതൊരു വിശ്വാസം വഞ്ചനാവില്ലാമാ. അതൊന്നും പോലെ അറിയില്ലല്ലോ, പോലെ അറിയില്ല. എന്നാലും ഇളാമ ചോദിക്കൂലേ, എൻ്റെ അറബിച്ചിനോട് ചോദിക്കൂലേ? അപ്പം ഞാൻ എന്ത് ഉത്തരം പറയും? എളാമയുടെ ദുർബുദ്ധി അവിടെ വീണ്ടും ഉയരുകയാണ്. മോനെ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ തൽക്കാലം പെട്ടിങ്ങൾ പൊളിച്ചാൽ ടോൾക്കുള്ള കുറച്ചെന്തെങ്കിലും സാധനം കുറച്ച് എനിക്ക് എടുത്ത് കൊടുക്കുക. അല്ലാതെ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് അറിയായിട്ട് എനിക്ക് ഒരു സുഖവും സമാധാനമില്ല. ഇനി വല്ല പൊന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? അതൊന്നും അറിയില്ലല്ലോ. അതൊന്നും കൊടുക്കണ്ട. എൻ്റെ പെങ്ങന്മാർക്ക് 4-5 മക്കളാണ്. പിന്നെ 4 പെൺകുട്ടികൾ കെട്ടിച്ചാനുണ്ട്. അതൊക്കെ എൻ്റെ അളിയുണ്ടായിക്കോളും. ഇജ്ജ് അയിമക്ക് മെനക്കെടണ്ട. മനസ്സിലായല്ലോ? എന്താ ഇളാമ്മ നിങ്ങൾ ഇങ്ങനെ? എൻ്റെ പെങ്ങന്മാരെ പോലെ തന്നെ എൻ്റെ പെങ്ങളെ മക്കളും അവരൊക്കെ കെട്ടിക്കുന്നത് എൻ്റെ കടമ തന്നെയല്ലേ? ഞാൻ ഒരു അമ്മാവനല്ലേ? അതിനൊന്നും നിൽക്കണ്ടേ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം. എന്തെങ്കിലും വില്ലെടുക്കുക, അങ്ങനെയൊക്കെ പല പരിപാടികളുണ്ടല്ലോ. ഇത് ദയവായി അതിലെന്താ ഉള്ളത്? എന്തെങ്കിലും സ്വർണ്ണക്കെട്ടിട്ടുണ്ടാന്നാവും. അതെനിക്കിപ്പോൾ പേടി. എന്താ ഇളാമ്മ നിങ്ങൾ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ലേ? എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനം കിട്ടിയല്ലോ, ഇത് അവർക്കുള്ളത് തന്നെ. മോനെ, അങ്ങനെ പോകല്ലേ ജയ്. ഞാൻ പറഞ്ഞ കേട്ടോ, ഇമ്മർ പറഞ്ഞ അനുസരിച്ചോ? ശരിക്കും അവർ പറയുന്നത് കേട്ടപ്പോൾ ഒരു നിമിഷം ഷാമിൽ ഞെട്ടിപ്പോയി. എന്തപ്പം ഇങ്ങനെ പറയുന്നത്? അതേ, ഉമ്മ പറഞ്ഞത് അനുസരിക്കാഞ്ഞാൽ വലിയ കേടേക്കാരം. അതിപ്പോൾ ഞങ്ങോട്ട് കൊണ്ടോണ്ട. എന്നാൽ അത് കേട്ടപ്പോൾ ഷാമിലിനെ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. പഠിച്ചോനെ, എൻ്റെ കൂടെപ്പിറപ്പിന് എന്താ ഒന്നും കൊടുക്കാൻ സമ്മതിക്കാത്തത്? അത്രയും വലിയ പെട്ടിയ സാധനങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഓലത് ഒളിപ്പിച്ച് വെച്ചു. ഓല റൂമൊക്കെയാണ് കൊണ്ടുപോയി. അതെ, ഇപ്പോൾ ഇതാ അതെല്ലാം ഞാൻ എൻ്റെ അറബിച്ചോട് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്നതാ അവർക്കൊരു കാർഗോ സെറ്റാക്കി കൊടുത്തയച്ചപ്പോഴേ സ്പീഡ് പോസ്റ്റ് എന്താ തോന്നുന്നുണ്ട് പെട്ടെന്ന് എത്തിയല്ലോ. അങ്ങനെ ആയപ്പോഴേക്കും അവർ ഇനി അതും അവർക്ക് വേണമെന്നോ? വല്ലാത്തൊരു അത്യാഗ്രഹം തന്നെ. റബ്ബേ, പഠിച്ചോനെ ഇവരെ ഷെറിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. ഒരു നിമിഷം ഷാമിൽ ദുആ ചെയ്തു. എന്നാൽ ഷാമിൽ ആ ഒരു പെട്ടിയുമായി നേരെ കുഞ്ഞോളുടെയും മക്കളുടെയും അരികിലേക്ക് പോകുമോ? അതിന് അവരുടെ എളാമ സമ്മതിക്കുമോ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.